ഗവർണർ സ്ഥാനത്ത് ഇരിക്കുന്നവർ കേരളത്തിൽ ബഹുമാന്യ പദവിയിൽ ഇരിക്കുന്നവരായിട്ടാണ് പൊതുവെ കണക്കാക്കാറുള്ളത്. അവരാരും രാഷ്ട്രീയം കളിക്കാൻ വരാറില്ല. പക്ഷേ അടുത്ത കാലത്തായി കേരളത്തിലേക്ക് വരുന്ന BJP നോമിനേറ്റ് ചെയ്യുന്ന ഗവർണർമാർ കൃത്യം രാഷ്ട്രീയ കളി ആരംഭിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനാണ് അത് തുടങ്ങി വെച്ചത്. അതോടുകൂടി അവസാനിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. നിരവധി കോടതി പരാമർശങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും അതോടൊപ്പം തന്നെ രാജ്ഭവനെതിരെയും ഉണ്ടായത് നാം കണ്ടതാണ്. അദ്ദേഹം കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാകാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ ഗവർണർ വന്നപ്പോൾ അതൊക്കെ ഒന്ന് മാറും. നല്ല രാഷ്ട്രീയക്കാരനാണ്, തെക്കേ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. ഒരു ഗവർണർ പദവിയുടെ ബഹുമാന്യത നിലനിർത്തും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ എന്താണോ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചത് അത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തുടക്കത്തിൽ തന്നെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ശ്രമിക്കുന്നത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്തത് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. VC അതുപോലെ തന്നെ വൈസ് ചാൻസലർ അത് നടപ്പാക്കുകയും ചെയ്തു എന്നതും നമ്മുടെ മുന്നിലുണ്ട്. വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും VC-യുടെ വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. അതോടൊപ്പം തന്നെ സർവകലാശാല നിയമത്തെക്കുറിച്ച് അറിയുന്ന നിയമവിദഗ്ധരും പറയുന്നത്. അത് എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഗവർണറുടെ നടപടി, വൈസ് ചാൻസലറുടെ നടപടി തെറ്റാണ് എന്ന് കേരളം അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതാ മാതൃഭൂമിയും ഗവർണറുടെ ഈ നടപടിക്ക് എതിരെ സർവകലാശാലകളിൽ ഇടപെടുന്ന രീതിക്കെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. മുഖപ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫിലാണ് വളരെ രൂക്ഷമായി മാതൃഭൂമിയുടെ നിലപാട് പറയുന്നത്. തലക്കെട്ട് സർവകലാശാലാ ഭരണം സംഘർഷഭരിതമാകരുത് എന്നാണ്. സർവകലാശാലാഭരണം സംഘർഷഭരിതമാകരുത്. അതിൻ്റെ ആ മുഖപ്രസംഗത്തിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത്, ഭരണഘടനാ ദത്തമല്ലാത്ത ചാൻസലർ പദവി ഉപയോഗിച്ച് ഗവർണർമാർ സർവകലാശാലാ ഭരണത്തിൽ കൈകടത്തുന്നതാണ് ഈ വക പൊല്ലാപ്പിനെല്ലാം കാരണം. സംസ്ഥാന സർക്കാർ നടത്തുന്ന സംസ്ഥാന ഖജനാവിലെ പണമെടുത്ത് നടത്തപ്പെടുന്ന സർവകലാശാലകളിൽ ഗവർണർക്ക് എന്തു കാര്യം? അവിടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരാണ്. ഗവർണറെ സർവകലാശാല ചാൻസലറായി ചുമതലപ്പെടുത്തിയ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെ രീതി സ്വാതന്ത്ര്യാനന്തരവും രാജ്യത്ത് തുടരുകയാണുണ്ടായത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരേ പാർട്ടി ഭരിച്ച ആദ്യ ദശകങ്ങളിൽ ഇത് വലിയ പ്രശ്നമായിട്ടില്ല. പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഈ സമ്പ്രദായത്തിൽ നിന്നും കുതറിമാറാനുള്ള ശ്രമത്തിലാണ്. കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സംസ്ഥാന ഭരണകാര്യങ്ങളിൽ മാത്രമല്ല സർവകലാശാല ചാൻസലർ എന്ന നിലയിലും ഗവർണർ സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശാനുസരണം പ്രവർത്തിക്കണമെന്ന മട്ടിൽ അടുത്ത കാലത്ത് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. തെലങ്കാനയിൽ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് ചാൻസലറെ നിയമിക്കുന്ന രീതിയാണ്. മുഖ്യമന്ത്രിയെ ചാൻസലർ കൂടിയാക്കാനാണ് പശ്ചിമ ബംഗാൾ, പഞ്ചാബ് സർക്കാരുകളുടെ ഉദ്യമം. സംസ്ഥാന സർക്കാരിനെ ചാൻസലറായി അവരോധിക്കുന്ന ബില്ലാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയത്. വിദ്യാഭ്യാസ വിദഗ്ധരെയോ മറ്റെന്തെങ്കിലും പ്രമുഖ വ്യക്തിയെയോ ചാൻസലറായി നിയമിക്കുന്നതിന് കേരള നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അനുമതി നിഷേധിക്കുകയുണ്ടായി. ഈ നടപടിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ചാൻസലറെ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് നിയമിക്കുന്നതും ആ വ്യക്തി സംസ്ഥാന സർക്കാരിന്റെ ഉപദേശാനുസരണം കൃത്യനിർവഹണം നടത്തുന്നതുമാണ് സർവകലാശാലാ ഭരണം സുഗമമാകുന്നതിനുള്ള മികച്ച വഴി. ആ രീതി ജനാധിപത്യപരവുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവർണർ പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയം കളിക്കുന്നു എന്നർത്ഥം. അതാണ് ഇപ്പോൾ മാതൃഭൂമിയും ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ചാൻസലർ പദവി ഭരണഘടനാ ദത്തമല്ല, അത് കേരള നിയമസഭ അദ്ദേഹത്തിന് നൽകിയതാണ്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഗവർണർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചാൻസലർ പദവി ഭരണഘടന ഗവർണർക്ക് നൽകിയതാണ് എന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് മാതൃഭൂമി അവസാന വരിയായി പറയുന്നത്, ചാൻസലറെ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് നിയമിക്കുന്നതും ആ വ്യക്തി സംസ്ഥാന സർക്കാരിന്റെ ഉപദേശാനുസരണം കൃത്യനിർവഹണം നടത്തുന്നതുമാണ് സർവകലാശാലാ ഭരണം സുഗമമാകുന്നതിനുള്ള മികച്ച വഴി. അതിനുള്ള നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതാണ്.
ഗവർണർ അത് ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും രാഷ്ട്രപതി അത് തിരിച്ചയക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി വേണമെങ്കിൽ വീണ്ടും ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്നൊക്കെ സർക്കാർ ആലോചിക്കട്ടെ. അങ്ങനെ നിയമനിർമ്മാണം നടത്തിയാലും ഗവർണർ അതിന് അനുമതി നൽകാൻ സാധ്യതയില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്ന് വെച്ചാൽ സർവകലാശാലകളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുക, RSSന്റെ അജണ്ട അവിടെ എങ്ങനെയെങ്കിലും നടപ്പാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അത് BJPയുടെ ദേശീയ നയമാണ്. വിദ്യാർത്ഥികളെ പിടിക്കുക, വിദ്യാഭ്യാസത്തിൽ ഇടപെടുക, സാംസ്കാരികമായി ഇടപെടുക, ഇതൊക്കെയാണ് BJPയുടെ രീതി. കൾച്ചറൽ ഫാസിസം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക, അതാണ് BJPയുടെ രീതി, RSSന്റെ സംഘപരിവാറിന്റെ രീതി. അതിൻ്റെ നടത്തിപ്പുകാരനായി നമ്മുടെ ഗവർണർ മാറുന്നു എന്നതാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. മാതൃഭൂമിക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുന്നു എന്നർത്ഥം. ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. അതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കുന്നത് ശരിയല്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഒരാളായിരിക്കണം ചാൻസലർ. എങ്കിൽ മാത്രമേ സംസ്ഥാന സർവകലാശാലകൾ കൃത്യമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മാതൃഭൂമി. എന്തായാലും മാതൃഭൂമി വൈകിയെങ്കിലും ഈ നിലപാടിലേക്ക് വന്നത് കേരളത്തിന് ഗുണകരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. LDFും CPIMും ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് മാതൃഭൂമിയും അംഗീകരിക്കുന്നു എന്നർത്ഥം. എന്നാൽ ഈ നിലപാട് CPIMന്റെ LDFന്റെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണക്കുന്നില്ല UDF എന്നോർക്കണം. UDF കയ്യാലപ്പുറത്ത് നിൽക്കുന്ന തേങ്ങ പോലെ നിൽക്കുകയാണ്. അപ്പുറത്തേക്കും വീഴാം ഇപ്പുറത്തേക്കും വീഴാം എന്നർത്ഥത്തിൽ കൃത്യമായ നിലപാടെടുക്കാതെ അവർക്ക് കണ്ണു തുറക്കാൻ ഈ മുഖപ്രസംഗം വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.